നമസ്കാരം. നമ്മൾ നവീൻ ബാബുവിന്റെ ദുരൂഹമായ ആ മരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും സംശയങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊന്നും യാതൊരു ഉത്തരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അതായത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളീയ ജനസമൂഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറയുന്നത് അവർ CBI അന്വേഷണം ആവശ്യപ്പെടണം എന്നതുമാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ മരണം നടന്നിരിക്കുന്നത് 5:30-നും 6-നും ഇടയിലാണ് എന്നുള്ളതാണ് വിവരം. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അദ്ദേഹം പറയുന്നു മലബാർ എക്സ്പ്രസിൽ താൻ രാവിലെ എത്തുമെന്ന്, തന്നെ കൂട്ടാൻ വരണമെന്ന് ഭാര്യയോടും മക്കളോടും പറയുന്നു. അനുസരിച്ച് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ ആ ഭാര്യയും മക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നു. അദ്ദേഹം അവിടെ ഇറങ്ങാതായതോടെ, അതായത് മലബാർ എക്സ്പ്രസ് വന്നു പോയതോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യം അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാതായതോടുകൂടി പിന്നീട് അദ്ദേഹം പുറപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിച്ചത്. പക്ഷേ പിന്നീട് കാണാതായതോടുകൂടി തന്നെ അവിടെ നിന്ന് ഒരു കൃത്യമായ ഉത്തരം കിട്ടാതായതോടുകൂടി അവർ റെയിൽവേ പോലീസിനെ വിളിക്കുകയാണ്, അവരോട് അന്വേഷിക്കുകയാണ്. റെയിൽവേ പോലീസ് ആകട്ടെ TTയോട് അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു ആൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലെന്ന് TT ഉറപ്പിച്ചു പറയുന്നു. ഇതോടെയാണ് അന്വേഷണം വളരെ പെട്ടെന്ന് നടത്തുന്നതും അദ്ദേഹത്തെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. കാരണം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിച്ചതിന് ശേഷം അവരുമായി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഷംസുദ്ദീൻ വിവരം അറിയുന്നത് 6 മണിയോടെയാണ്. അതായത് TT ഈ വിവരം പറഞ്ഞതോടുകൂടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിക്കുന്നതും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ടുള്ള ഷംസുദ്ദീനെ വിളിക്കുന്നതും. ഇതോടുകൂടി കഥയാകെ മാറുകയാണ്. ഇവിടുന്ന് മുതലാണ് ഇവിടെ സത്യത്തിൽ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്, അട്ടിമറി സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഡ്രൈവർ ഷംസുദ്ദീൻ എത്തുന്നത് 6:15 പക്ഷേ അവിടെ എത്തുന്ന നവീൻ ബാബുവിന്റെ ഡ്രൈവർ ഷംസുദ്ദീൻ നേരെ ആ വീട്ടിൽ കയറുന്നില്ല. മേൽപ്പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നേരെ ആ വീട്ടിലേക്ക് കയറുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വീട്ടിൽ കയറി സർ എവിടെയാണ് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്നുള്ളത് മറ്റൊരു സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഷംസുദ്ദീൻ എന്താണ് ചെയ്യുന്നത്? ഷംസുദ്ദീൻ കളക്ടറുടെ ഗൺമാനെ വിളിക്കുന്നു, അടുത്തുള്ള എഞ്ചിനീയറെ വിളിക്കുന്നു. ഇവരെയെല്ലാം വിളിച്ചതിന് ശേഷമാണ് ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് കയറുന്നത്. ഈ ക്വാർട്ടേഴ്സിനുള്ളിൽ കയറുമ്പോൾ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം നേരെ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുക? അവർ നേരെ പോലീസിനെ അറിയിക്കും. പക്ഷേ ഇവിടെ അതിനും വേണ്ടുന്ന സമയം എടുത്തിട്ടുണ്ട്. അവിടെ പോലീസിനെ വിവരം അറിയിക്കുന്നത് 9 മണിയോടുകൂടിയാണ്. ഈ 9 മണി വരെ 6:15 അവിടെ എത്തിയ ഷംസുദ്ദീൻ 9 മണിയോടുകൂടി പോലീസിനെ വിവരം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള സമയം 2 മണിക്കൂർ 40 മിനിറ്റ് സമയം അവിടെ എന്തെല്ലാം നടന്നു, ആ ക്വാർട്ടേഴ്സിനുള്ളിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അവിടെ നിന്നും ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഷംസുദ്ദീൻ മറ്റു ചിലരെ കൂടി ഈ വിവരം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഷംസുദ്ദീൻ ആരെയൊക്കെയാണ് വിളിച്ചത്? എന്തിനാണ് അവരെയൊക്കെ വിളിക്കുന്നത്? പോലീസിനെ ഡയറക്റ്റ് വിവരം അറിയിക്കേണ്ടതല്ലേ? കളക്ടറെ വിവരം അറിയിച്ച് കളക്ടർ എത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇവരെല്ലാം എത്തിയതിനു ശേഷമാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. സ്വാഭാവികമായ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഇത്തരത്തിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോലീസിനെ വിവരം അറിയിക്കും. പക്ഷെ അതിനെ മുതിരാതെ ഈ 2.25 മണിക്കൂർ സമയം ഗൺമാനും ഡ്രൈവറും ഈ എഞ്ചിനീയറും ചേർന്ന് അവിടെ നടത്തിയത് എന്ത് അട്ടിമറിയാണ്? അവിടെ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിട്ടുണ്ടാകാമെന്ന് ഒരു ഘട്ടത്തിൽ വാദമുയർന്നിരുന്നു. അപ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് അങ്ങനെ അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അവിടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തണ്ടേ? അപ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് മാറ്റിയതാണോ? ഇതിലൂടെ തന്നെ ആത്മഹത്യയല്ല അതെന്നുള്ള വാദം മനസ്സിലാവുകയാണ്. സത്യത്തിൽ കൃത്യം നടത്തി ചെയ്തു പോയിട്ടുള്ള ആളുകൾ അവശേഷിപ്പിച്ചിട്ടുള്ള സകല തെളിവുകളും ഈ സമയത്തിനുള്ളിൽ ഡ്രൈവറും ഗൺമാനും കളക്ടർ പാഞ്ഞെത്തി എന്ന് പറയുന്നു. കളക്ടർ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ കളക്ടറും ഈ എഞ്ചിനീയറും ഒക്കെ ഉൾപ്പെട്ട് ചേർന്ന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ?
സത്യത്തിൽ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളായിരുന്നു ഈ 2 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറയുന്നത്. ഈ 2 മണിക്കൂർ 40 മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ നിർണായക തെളിവുകളും അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ബോധപൂർവം എന്ന് വേണം അനുമാനിക്കാൻ. 9 മണിക്ക് പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് എത്തിയതാകട്ടെ 9:45-നാണ്. 9:45 സ്ഥലത്തെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നത് പോലും 10:15-നാണ്. 10:15-നാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ പോലീസ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാൻ വൈകിയത് എന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കുകയാണ്. മാത്രമല്ല, വീട്ടുകാർക്ക് ചെങ്ങന്നൂരിൽ നിന്ന് കണ്ണൂരെത്താനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുൻപ് തന്നെ ആർക്കായിരുന്നു ധൃതി അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇത്ര പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട്? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാടുകളോ ബലപ്രയോഗം നടന്നതിന്റെ തെളിവുകളോ ഒക്കെ ഉണ്ടായിരുന്നോ? അതോ അവർ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ, അതായത് TV പ്രശാന്തനും ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തത് കൃത്യമായും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അട്ടിമറിക്കപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സത്യത്തിൽ ഈ കേസിന്റെ തുടക്കത്തിൽ ശ്രീജിത്ത് കൊടേരി, അതായത് CPM-ന് അവിടുത്തെ കണ്ണൂർ ടൗൺ CI ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരിയാണ് ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുപോലും ഒരു പ്രഹസനമായിരുന്നു. കാരണം മറ്റാരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് CPM-ന്റെ അവിടുത്തെ വലം കൈയായിട്ടുള്ള ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പേരിന് വേണ്ടി മാത്രം ഷംസുദ്ദീനെ ചോദ്യം ചെയ്ത് വിടുകയാണ്. അത് എന്തുകൊണ്ടാണ് പോലീസിനെ വിവരം അറിയിക്കാൻ വൈകിയത് എന്നുള്ള ചോദ്യം പോലും ചോദിക്കാതെ വളരെ ലാഘവത്തോടുകൂടി ചോദ്യം ചെയ്ത് വിടുകയാണ്. പിന്നീട് SIT രൂപീകരിച്ചപ്പോഴും SIT പോലും ഷംസുദ്ദീന്റെ വഴിയിലൂടെ നടന്നിട്ടില്ല. ഷംസുദ്ദീൻ അവിടെ എന്തെല്ലാം ചെയ്തു എന്ന് നോക്കിയിട്ടില്ല. ഷംസുദ്ദീന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവർ നടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു അട്ടിമറിക്കൽ സംശയം നിഴലിക്കുന്നുണ്ട്. മാത്രമല്ല ഷംസുദ്ദീൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ADM താക്കോൽ കൈമാറിയെന്നാണ്. പിന്നീട് ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി, അപ്പോൾ എങ്ങനെയാണ് ADM തിരിച്ച് ക്വാർട്ടേഴ്സിൽ കയറിയതെന്നുള്ളത് സാധൂകരിക്കാൻ വേണ്ടി പോലീസ് ഒരു തിരക്കഥ മെനയുന്നു. പോലീസ് പറയുന്നു അത് അങ്ങനെയല്ല സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റൊരു താക്കോൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതും സംശയാസ്പദമാണ്. അതായത് ഔദ്യോഗിക ജീവിതം ഒരു സ്ഥലത്തെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് രണ്ടാമതൊരു താക്കോൽ തൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നത്? അത് സ്വാഭാവികമായും ഏൽപ്പിച്ചതിനു ശേഷമല്ലേ ആ നാട്ടിൽ നിന്ന് പോവുക ചെയ്യുക? അതും ചിന്തിക്കേണ്ട വിഷയമാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ സംശയാസ്പദമായിട്ടുള്ളത് ബിനു മോഹൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നീക്കമാണ്. ബിനു മോഹനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹം വിജിലൻസ് ഉദ്യോഗസ്ഥനാണ്, പോലീസിലുണ്ടായിരുന്നതാണ്, CPM-ന്റെ വലം കൈയായിരുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ ബിനു മോഹനെ കാണാൻ വേണ്ടിയുള്ള നവീൻ ബാബു നടന്നു എന്നുള്ള ഒരു കഥ കൂടി അവിടെ വരുന്നുണ്ട്. ഈ ബിനു മോഹനിന്റെ സഹോദരന്റെ കാർട്ടൺ കമ്പനിയുണ്ട്. ആ കാർട്ടൺ കമ്പനിക്കാണ് കണ്ണൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടെൻഡർ കരാർ ജോലികളും നൽകിക്കൊണ്ടിരുന്നത്. ഈ കാർട്ടൺ കമ്പനി ദിവ്യയുടെ ബിനാമി ഇടപാടാണ് എന്നുള്ളത് പോലും ഇപ്പോൾ സംശയിക്കുകയാണ്. ദിവ്യയുടെ ബിനാമി ഇടപാട് നടത്തിപ്പുകാരനാണോ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിനു മോഹന്റെ സഹോദരന്റെ കാർട്ടൺ കമ്പനി എന്നുള്ള സംശയവുമുണ്ട്. മാത്രമല്ല ദിവ്യയുടേതായിട്ടും പ്രശാന്തന്റെയും ഒക്കെ ചില വിവരങ്ങൾ, ചുഴലി വില്ലേജിൽപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങൾ, CPM-ന്റെ പല നേതാക്കളുടെയും കയ്യേറ്റങ്ങൾ, അങ്ങനെ കയ്യേറിയിട്ടുള്ള വ്യാജരേഖ ഉപയോഗിച്ച് കയ്യേറിയിട്ടുള്ള 1000-ഓളം ഏക്കർ ഭൂമിയുടെ തെളിവുകൾ, രേഖകൾ അത് ADM-ന്റെ പക്കലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് കാണാൻ വേണ്ടി ഇദ്ദേഹം ബിനു മോഹൻ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ചാരനാണെന്നും മനസ്സിലാക്കാതെ, അദ്ദേഹത്തിന് മനസ്സിലാകാതെ അദ്ദേഹം അത് മുതിർന്നതാണോ, അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള നീക്കത്തിന് പിന്നിലുള്ളത് എന്നുള്ളതും
നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചെറിയൊരു ഭൂമി പ്രശ്നമല്ല, പെട്രോൾ പമ്പിന്റെ മാത്രമായിട്ടുള്ള ഒരു വിഷയമല്ല. അതിലൂടെ കടന്നു ചെന്നപ്പോൾ ADM നവീൻ ബാബുവിനെ ലഭിച്ചിട്ടുള്ളത് ഇത്രയേറെ ഭീകരമായിട്ടുള്ള തെളിവുകളാണ്. ഈ തെളിവുകൾ വിജിലൻസിന് കൈമാറേണ്ടതാണ്. വിജിലൻസിന് കൈമാറാൻ വേണ്ടി അദ്ദേഹം നീക്കം നടത്തിയിരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ SIT ഇതിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതാണ്. പക്ഷേ SIT അത് ചെയ്യില്ല. SIT പൂർണ്ണമായിട്ടും ദിവ്യയെ ഇനി ഒരു തരത്തിലും അകത്താക്കാനുള്ള നടപടി ഇല്ലാതെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കെടുക്കുമെന്നുള്ള ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ കേസ് അവസാനം ഒതുക്കി തീർക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനെ കൺമൂടി വിശ്വസിപ്പിച്ചുകൊണ്ട് അവർ CBI അന്വേഷണത്തിന് വേണ്ടി മുറവിളി കൂട്ടാത്ത രീതിയിൽ ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. എന്തായാലും അത്തരത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.